പേര് ബെല്ല സിസ്റ്റു. ഞാൻ 6ൽ പഠിക്കുന്നു. നവംബർ 20 വ്യാഴാഴ്ചയിലെ കൊച്ചേട്ടൻ്റെ കത്താണ് ഞാനിന്ന് വായിക്കുന്നത്. കടന്നൽ കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും. സ്നേഹമുള്ള DCL കുടുംബാംഗങ്ങളെ, 3 ആറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട്. വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരരംഗമാണ്. പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിതാ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട്. സഹപാഠിയാവാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം. കുണുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെ കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിനം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കര പാതയിലെ ഒരു മരച്ചുവട്ടിലിരുന്ന് പ്രണയകേളികൾ ആടുകയായിരുന്നു. അപ്പോൾ ഒരു പറ്റം കൊടും വിഷമുള്ള കടന്നലുകൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത്. നീ എൻ ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കടന്നലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ടോടി രക്ഷപ്പെട്ടു. മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കടന്നലുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്ന് കണ്ടവർക്ക് തോന്നിയത്. പ്രിയ കൂട്ടുകാരെ, കടന്നൽ കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ DCL കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി. എന്തായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു. 2 ശീർഷകങ്ങൾ മനസ്സിൽ വന്നു. കൗമാരത്തിൻ്റെ കൂത്തും കടന്നലിൻ്റെ കുത്തും എന്നതാണ് ആദ്യം വന്നത്. എന്നാൽ കാമുകൻ 4 പറിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കടന്നലിൻ്റെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നോർത്തു. മകൾക്ക് മുഖത്ത് കടന്നൽ കുത്ത് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിൽ കുത്തുന്നുണ്ടാവുമല്ലോ. മകളുടെ ചതിയുടെ സ്നേഹരാഹിത്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കടന്നലുകൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കടന്നലുകളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു. അതിനാൽ കടന്നൽ കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത്? കൂട്ടുകാർ നിങ്ങൾക്ക് വേണം. നല്ല സൗഹൃദ ബന്ധങ്ങൾ, സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ, സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ്. എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കെണിയിൽ സ്വയം കുരുക്കിയിടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കടന്നലുകളെ പറഞ്ഞു വിട്ടെന്ന് വരാം. നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ്. മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ മാതാപിതാക്കളുടെ വീർപ്പിൻ്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും? മാതാപിതാക്കൾ അറിയാത്ത യാത്രകൾ അപകടം വരുത്തും. അതിനാൽ കള്ളം വെടിയാം, ഉള്ളം വെടിപ്പാക്കാം. കടന്നൽ കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി.